The next topic that we are going to discuss is on productivity. The productivity എന്ന് പറയുന്നത് productivity refers to the physical relation between the quality produced, that is the output, and the quantity of resource used in the course of production. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഓക്കെ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാം, ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. സോ എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സാണ്. ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മുടെ ഔട്ട്പുട്ടാണ്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്താ? നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫിനിഷ്ഡ് ഗുഡ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഇൻപുട്ടിനെയും നമ്മൾ അതിൻ്റെ ജനറൽ ഇൻപുട്ട്. സോ ഓക്കെ, ദ ഔട്ട്പുട്ട് ഇംപ്ലൈസ് പ്രൊഡക്ഷൻ while input means land, labor, capital, management, etc. അപ്പോൾ ഇതിനകത്ത് ഫുൾ പ്രൊഡക്ടിവിറ്റിയാണ്, അതായത് ജനറൽ പ്രൊഡക്ടിവിറ്റി, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. പിന്നെ നിങ്ങൾ ഈ സബ്ജക്ട് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൻ്റെ ഡീറ്റെയിൽഡ് പോവുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് പാർഷ്യൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. പാർഷ്യൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് എന്താണ്? ഔട്ട്പുട്ട് ബൈ ഈ നമ്മൾ കുറേ ഇൻപുട്ട് പറഞ്ഞു, അതിനകത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട്. ഓക്കെ, അതായത് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇപ്പം ലേബർ ഇൻപുട്ടിന് മാത്രം പ്രൊഡക്ടിവിറ്റി എത്രയാണെന്ന് അറിയാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻപുട്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് പാർഷ്യൽ പ്രൊഡക്ടിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് പാർഷ്യൽ പ്രൊഡക്ടിവിറ്റി പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി മാത്രം പഠിച്ചാൽ മതി. സോ പ്രൊഡക്ടിവിറ്റി ഈസ് ദ ഓവറോൾ മെഷർ ഓഫ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് എ ഗുഡ് ഓർ സർവീസ്. ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ഗുഡ്സ് ആൻഡ് സർവീസിനെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, productivity is a measure of how specified resources are managed to accomplish timely objectives as stated in terms of quantity and quality. Productivity may also be defined as an index that measures output, the output of goods and services, relative to the input, labor, material, energy, etc. used to produce the output. So, in general, we can say productivity is the ratio between the output and input. So how can we measure the productivity? അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി മെഷർമെൻറ്റ് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രൊഡക്ടിവിറ്റി മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. സോ അതിനകത്ത് പാർഷ്യൽ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് പഠിക്കാനില്ല. സോ പ്രൊഡക്ടിവിറ്റി മെഷർമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കുന്നതിൻ്റെ ആവശ്യകത, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഫൈൻഡിങ് ദ പ്രൊഡക്ടിവിറ്റി. So there are three objectives for finding productivity. The first objective is to study the performance of the system. അതായത് നമുക്കൊരു സിസ്റ്റമുണ്ട്, നമ്മുടെ കമ്പനിയിൽ നമുക്കൊരു പ്രൊഡക്ഷൻ സിസ്റ്റമുണ്ട്. ആ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. എത്ര നന്നായിട്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ സിസ്റ്റം റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എഫിഷ്യൻസി. അതിനുവഴിയാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ പ്രൊഡക്ടിവിറ്റി മെഷർമെൻറ്റ് ചെയ്യുക. സെക്കൻഡ് പറയുന്നത് ടു കമ്പയർ വിത്ത് ഡിഫറെൻറ്റ് സിസ്റ്റംസ്. അതായത് സെയിം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രാഞ്ചസ് കാണും. സോ ആ തമ്മിൽ ഒരു കമ്പാരിസൺ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കമ്പനിയും വേറൊരു കമ്പനിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചും വേറൊരു ബ്രാഞ്ചും തമ്മിൽ കമ്പയർ ചെയ്യാൻ. സോ പ്രൊഡക്ടിവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി കമ്പയർ, അല്ലേ? ഒരു കമ്പാരിസൺ ഫാക്ടറാണ് ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. തേർഡ് വൺ പറയുന്നത് ടു കമ്പയർ ആക്ച്വൽ പ്രൊഡക്ടിവിറ്റി വിത്ത് ഡിസൈർഡ് പ്രൊഡക്ടിവിറ്റി. അതായത് നമുക്ക് ഒരു കമ്പനിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കമ്പനിക്ക് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, ഇത്രയാണ് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കിട്ടേണ്ടതെന്നൊക്കെ കമ്പനി ഓൾറെഡി സ്റ്റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതും ഇപ്പം റണ്ണിങ്ങിൽ നമുക്ക് എത്ര ആക്ച്വൽ പ്രൊഡക്ടിവിറ്റി കിട്ടുന്നുണ്ട്. സോ നമ്മൾ ഡിസൈർഡ് പ്രൊഡക്ടിവിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. So we have to compare our actual productivity with the desired productivity. So these are the main three objectives: to study the performance of the system, to compare with different system, and to compare the actual productivity with the desired productivity. Now, what are the benefits? ഈ പ്രൊഡക്ടിവിറ്റി മെഷർമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പറയുന്നത് ഹയർ പ്രോഫിറ്റ്. നമുക്കറിയാം, ഇറ്റ്സ് ആക്ച്വലി ഒരു എഫിഷ്യൻസി, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. സോ നമുക്ക് ഔട്ട്പുട്ടിനെയും ഇൻപുട്ടിനെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. thereby reducing the input and cost factors, we can increase the profit of the company. അടുത്തത് പറഞ്ഞാൽ എംപ്ലോയി വെൽഫെയർ. അത് ജനറലി കമ്പനിക്ക് പ്രോഫിറ്റ് കൂടുമ്പം
എന്ത് സംഭവിക്കും? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയേഴ്സിനും അതിൻ്റെ ബെനിഫിറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ദാറ്റ് ഇസ് വൈ പ്രൊഡക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് എംപ്ലോയി വെൽഫെയർ കൂടുമെന്ന് പറയുന്നത്. ബെറ്റർ റിട്ടേൺ, എന്താ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സൊക്കെ കാണും അല്ലേ? ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിക്ക് പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ച് അവരുടെ കിട്ടുന്ന പ്രോഫിറ്റിന് ഷെയറും ഇൻക്രീസ് ചെയ്യും. ആൻഡ് നൈസ് റിലേഷൻഷിപ്പ്. സോ നല്ല വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ വിത്തിൻ കമ്പനി എംപ്ലോയീസ് വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സോ അതിനകത്ത് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ലോ പ്രൈസിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ലോ പ്രൈസിൽ നമുക്ക് സാധനങ്ങൾ കസ്റ്റമറിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റും. സോ കസ്റ്റമർ വിൽ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് ലോ പ്രൈസസ്. ഗുഡ് ക്രെഡിറ്റ് റേറ്റിംഗ് സിസ്റ്റം. ഇത് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടം കിട്ടാനുള്ള സാധ്യത. സോ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു ഫേമൊക്കെ ആണെങ്കിൽ നമ്മളൊരു ലോണിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ലോൺ സാങ്ഷനായി കിട്ടും. പക്ഷേ നമ്മൾ ഭയങ്കര കടത്തിലൊക്കെ നിൽക്കുന്ന ഒരു ഫേമാണെങ്കിൽ നമ്മൾ ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ വളരെ പാടാണ്. സോ അങ്ങനെ ഒരു ക്രെഡിറ്റ് കിട്ടാനുള്ള ഒരു റേറ്റിംഗിനെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. സോ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ there's a chance of getting good credit rating. അടുത്തത് ഗുഡ് വിൽ. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ നല്ല പേര്. ഓക്കെ, നോർമലി പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ച് കമ്പനിയുടെ ഗുഡ് വില്ലും ഇൻക്രീസ് ചെയ്യും. അത് ഷെയർ ഹോൾഡേഴ്സ്, ഗവൺമെൻറ് എല്ലാവർക്കും അത് ഈക്വലി ബെനിഫിഷ്യലാണ്. ഫൈനലി ലോ ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ജോലി ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണത്തിനെയാണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോലി റിസൈൻ ചെയ്ത് പോകുന്ന ആൾക്കാരുടെ എണ്ണം. സോ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി, കമ്പനി ജോലിക്ക് കയറി നമ്മൾ ആ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് അതിന് ഈക്വൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സെർട്ടൻലി നമ്മൾ അവിടെ തന്നെ നിൽക്കാനേ ശ്രമിക്കത്തുള്ളൂ അല്ലേ? നമ്മൾ ജോലി ഇട്ടിട്ട് പോകാൻ ശ്രമിക്കത്തില്ല. സോ നമുക്ക് നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ദർബൈ ഹൈ പ്രോഫിറ്റ് ഉണ്ട്, അതുവഴി എംപ്ലോയേഴ്സിന് നല്ല സാലറി കിട്ടുന്നുണ്ട്, ബെറ്റർ വെൽഫെയർ, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്, ഗുഡ് റിലേഷൻസ് ഒക്കെ ഉണ്ട്. സോ നോർമലി നമുക്കറിയാം ലേബർ ആരും തന്നെ കമ്പനിയിൽ നിന്ന് ഇട്ടിട്ട് പോകാൻ ശ്രമിക്കത്തില്ല. ദാറ്റ്സ് വൈ ആ കമ്പനിക്ക് ഹൈ പ്രൊഡക്ടിവിറ്റി ആണെങ്കിൽ ലോ ലേബർ ടേൺ ഓവർ ആയിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് പർച്ചേസിങ്. സോ എന്താ പർച്ചേസിങ്? ഒരു ഇൻഡസ്ട്രിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്താ പർച്ചേസിങ്? പർച്ചേസിങ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡസ്ട്രിയിൽ വേണ്ട എക്യുപ്മെൻറ്റ്സ്, മെറ്റീരിയൽസ്, ടൂൾസ് ഇതൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പർച്ചേസിങ് എന്ന് ജനറലി പറയുന്നത്, അല്ലെ? സാധനം മേടിക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് പർച്ചേസിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്? കാര്യം നമുക്കൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് ആളുടെ അടുത്ത് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. സോ എന്താ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാന ഉദ്ദേശം? സോ ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ടു പർച്ചേസ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ്. നമുക്ക് വേണ്ട എക്സാക്ട് ഗുഡ്സ് ദ റൈറ്റ് ടൈം ഫ്രം ദ റൈറ്റ് സപ്ലയേഴ്സ് ആൻഡ് അറ്റ് റൈറ്റ് പ്രൈസസ്. നമുക്ക് വേണ്ട സാധനം കറക്റ്റ് സമയത്ത് കറക്റ്റ് സപ്ലയറിൻ്റെ അടുത്തു നിന്ന് കറക്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി വിൽ ലുക്ക് ഇൻ ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിങ്. സോ പർച്ചേസിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. സോ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിങ്? ടു അവെയിൽ ദ മെറ്റീരിയൽസ്, സപ്ലയേഴ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ്. നമുക്ക് ഉള്ളതിലും ഏറ്റവും മിനിമം കോസ്റ്റിൽ നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഒരു സാധനം മേടിക്കാൻ പോകുമ്പോഴാണെങ്കിലും ഇപ്പം നമ്മുടെ ഇൻഡിവിജ്വൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ പോലും നമ്മൾ മിനിമം കോസ്റ്റിലുള്ള സാധനമായിരിക്കും പർച്ചേസ് ചെയ്യാൻ നോക്കുന്നത്. നമ്മുടെ സ്പെക്കിലുള്ള സാധനം ഏറ്റവും മിനിമം കോസ്റ്റിൽ കിട്ടുന്ന സാധനമായിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ, ടു എൻഷുവർ ദ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. കറക്റ്റ് സമയത്ത് സാധനങ്ങൾ എത്തിയില്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂസ് ഫ്ലോ നമുക്ക് മിസ്സായി പോകും. ടു ഇൻക്രീസ് ദ അസറ്റ് ടേൺ ഓവർ. അപ്പോൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ അസറ്റ്, അതായത് നമുക്കുള്ള മൂല്യം ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, ദ സോഴ്സ് ഓഫ് സപ്ലൈ, അതായത് സപ്ലൈ സോഴ്സിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. സോഴ്സ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈസ് ആരൊക്കെയാണ് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ടു ഡെവലപ്പ് ആൻ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് സപ്ലൈ. സോ എപ്പോഴും നമ്മളൊരു പർട്ടിക്കുലർ സോഴ്സ് ഓഫ് സപ്ലൈ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സപ്ലയർ ഉണ്ടായിരിക്കും. നമുക്ക് റെഗുലർ സപ്ലയറാണ് എപ്പോഴും നമുക്ക് ലാഭവും ട്രസ്റ്റ് വർത്തിയുമായിട്ടിരിക്കുന്നത്.
സോ ഇപ്പോൾ സപ്പോസ് ഒരു പർട്ടിക്കുലർ സപ്ലയറിന് നമ്മൾ വിചാരിച്ച സമയത്ത് സാധനം തരാൻ പറ്റുന്നില്ല എന്നെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ടൊരു സാധനം പർച്ചേസ് ചെയ്യാൻ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് സപ്ലൈ ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഓൾസോ ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കണം. ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ദ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ സപ്ലയേഴ്സ്. സപ്ലയേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ടു അച്ചീവ് മാക്സിമം ഇൻറ്റഗ്രേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ കമ്പനി. നേരത്തെ പറഞ്ഞ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് നല്ല ഇൻറ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പർച്ചേസിംഗ് ഏറ്റവും സക്സസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് പർച്ചേസിംഗ് സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ടൈപ്പ് റൈറ്റ് ടൈമിൽ റൈറ്റ് ക്വാണ്ടിറ്റി റൈറ്റ് പ്രൈസിലെത്തിക്കണം. സോ ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് ബി എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ്. ഓൾസോ ദേ ഹാവ് ടു ട്രെയിൻ ആൻഡ് ഡെവലപ്പ് ദ പേഴ്സണൽ. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യുകയും വേണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എല്ലാത്തിനും പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. സോ ഇതെല്ലാമാണ് ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിങ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക്, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പർച്ചേസിങ്. What are the functions of purchasing? First one, to receive purchase requirements and requisitions from various departments. So പല ഡിപ്പാർട്ട്മെൻറ്റ്സ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും പർച്ചേസിങ് ഒരു സിംഗിൾ സെൻട്രൽ യൂണിറ്റ്, ഒരു പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ചെല്ലുന്നത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വേണ്ടത്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടൂൾസൊക്കെ ആയിരിക്കും വേണ്ടത്. എല്ലാ പർച്ചേസിങ്ങും ഒരു കോമൺ സിംഗിൾ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരിക്കും ക്യാരി ഓവർ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, സോ അങ്ങനെ നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് പർച്ചേസ് റിക്വയർമെൻറ്റ് ആൻഡ് റിക്വസിഷൻസ്. എന്താ ഈ റിക്വസിഷൻ? നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ പോകുമ്പം കേൾക്കാൻ പോകുന്നൊരു ടേമാണ് റിക്വസിഷൻ. എന്താ റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ? റിക്വസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടാകും അല്ലേ? ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടാകും. ഈ റിക്വയർമെൻറ്റ്സ് എഴുതി കൊടുക്കുന്നൊരു സ്ലിപ്പുണ്ട്, അല്ലെങ്കിൽ ഇത് എഴുതി കൊടുക്കുന്ന അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ എഴുതി കൊടുക്കുന്നതിനെയാണ് നമ്മൾ റിക്വസിഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ റിക്വസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കമ്പനിയിൽ യൂസ് ചെയ്യുന്ന ടേമാണ് റിക്വസിഷൻസ്. റിക്വസിഷൻ സ്ലിപ്പ് കാണും. ആ സ്ലിപ്പിൽ എഴുതി കൊടുക്കണം, ഇന്ന സാധനങ്ങൾ എനിക്ക് ഇത്ര വേണം, അല്ലേ ഇന്ന സ്പാനർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് എ റിക്വസിഷൻ എന്ന് പറയുന്നത്. ടു സെലക്ട് ദ മെറ്റീരിയൽ ടു ബി പർച്ചേസ്ഡ് ഓൺ പ്രയോറിറ്റി. അതൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്. ഓൺ പ്രയോറിറ്റി. നമുക്ക് ഏത് പ്രോഡക്റ്റാണോ അല്ലെങ്കിൽ ഏത് മെറ്റീരിയലാണോ ആദ്യം വേണ്ടത് ആ ഒരു പ്രയോറിറ്റി അനുസരിച്ച് വേണം സാധനങ്ങൾ മേടിക്കാൻ. ഒരു കാർ അസംബിൾ ചെയ്യുവാണെങ്കിൽ ഏറ്റവും അവസാനം വേണ്ടതായിരിക്കും ചിലപ്പോൾ ടയർ, അല്ലേ? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഏറ്റവും ലാസ്റ്റ് വരേണ്ടതായിരിക്കും ചിലപ്പം ടയർ, അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ ഫിനിഷിങ് ചെയ്യുന്ന ക്രോം പ്ലേറ്റ്സ് ഏറ്റവും ലാസ്റ്റ് വരേണ്ടതായിരിക്കും. ഓക്കെ, സോ ഈ സാധനം ഏറ്റവും അവസാനം പർച്ചേസ് ചെയ്താൽ മതി. അതിന് മുമ്പ് പർച്ചേസ് ചെയ്യേണ്ട പല പല കാര്യങ്ങൾ കാണും. ഷീറ്റ് മെറ്റലായിരിക്കും ഏറ്റവും ആദ്യം വേണ്ടത്. സോ ദേ ഹാവ് ടു പർച്ചേസ് ദാറ്റ് തിങ് ഫസ്റ്റ്. സോ ഒരു പ്രയോറിറ്റി കീപ്പ് ചെയ്യണം. ഓക്കെ, ടു സെലക്ട് ദ സോഴ്സ് ഓഫ് സപ്ലൈ. എവിടെ നിന്നാണോ നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം. ടു ഡിസൈഡ് ദ പർച്ചേസിങ് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ്. നമുക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പം ഉള്ള പർച്ചേസിങ് പോളിസീസ്, അതായത് ഇന്ന സാധനം ഇന്ന സമയത്ത് ഡെലിവറി ചെയ്യും, നമുക്ക് നിങ്ങളുടെ അടുത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാണ് അതിൻ്റെ എമൗണ്ട്, അതിൻ്റെ ടാക്സ് ഇത്രയാണ്, ഇന്ന രീതിയിൽ അവർ പാക്ക് ചെയ്യുന്നതായിരിക്കും, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് അത് ഡെലിവറി ചെയ്യും. അങ്ങനെ ഒരു പർച്ചേസിങ് പോളിസി ഉണ്ട് ആൻഡ് പ്രൊസീജിയർ. സോ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ടു പ്രിപ്പയർ സ്പെസിഫിക്കേഷൻ ആൻഡ് ഒബ്റ്റെയിൻ ടെൻഡേഴ്സ് ആൻഡ് കൊട്ടേഷൻസ് ഓഫ് മെറ്റീരിയൽ. കറക്റ്റ് സ്പെസിഫിക്കേഷൻ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുക, അത് വെച്ചിട്ട് ഡിഫറെൻറ്റ് സപ്ലയേഴ്സിന് അയച്ചു കൊടുക്കുക, അത് വെച്ചിട്ട് ടെൻഡേഴ്സും കൊട്ടേഷൻസും ഒക്കെ എടുത്ത് നമ്മൾ ഫൈനലൈസ് ചെയ്യുക. ടു പർച്ചേസ് ദ പ്രോപ്പർ ക്വാണ്ടിറ്റി അറ്റ് പ്രോപ്പർ ടൈം. കറക്റ്റ് സാധനം കറക്റ്റ് സമയത്ത് മേടിക്കുക. ടു പർച്ചേസ് ഗുഡ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ അറ്റ് ദ ചീപ്പസ്റ്റ് റേറ്റ്. അടുത്തത് ടു ഗെറ്റ് ഡെലിവറീസ് അറ്റ് പ്രോപ്പർ പ്ലേസ് വിത്തിൻ ദ പ്രിസ്ക്രൈബ് ടൈം. കറക്റ്റ് സമയത്ത് സാധനം ഡെലിവറി ചെയ്യണം, കറക്റ്റ് സ്ഥലത്ത് ഡെലിവറി ചെയ്യണം. ടു ചെക്ക് ആൻഡ് ഇൻസ്പെക്ട് ദ മെറ്റീരിയൽ. നമുക്ക് പ്രോഡക്റ്റ് സാധനങ്ങൾ വരുന്നു, ഈ വരുന്ന സാധനങ്ങളെ നമ്മൾ കറക്റ്റായിട്ട് ഇൻസ്പെക്ട് ചെയ്യണം. എല്ലാം സാധനങ്ങൾ കറക്റ്റ് എണ്ണമുണ്ടോ, നല്ല പറഞ്ഞ കറക്റ്റ് സ്പെസിഫിക്കേഷനിലാണോ സാധനം വന്നത്, അതിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ്. ടു മേക്ക് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്സ് ആൻഡ് കോപ്പറേറ്റ്. അത് കറക്റ്റായിട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് ഡെലിവറി ചെയ്യണം. സോ ദീസ് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്.
So next is 10 R's of purchasing അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഓഫ് പർച്ചേസിങ്. സോ നമുക്ക് 10R ക്യാപിറ്റൽ R ആണ് നമുക്ക് വരുന്നത്. റൈറ്റ് പ്രൈസ് ആയിരിക്കണം, റൈറ്റ് ക്വാളിറ്റി ആയിരിക്കണം, റൈറ്റ് ടൈമിൽ സാധനം ഡെലിവറി ചെയ്യാൻ പറ്റണം, റൈറ്റ് സോഴ്സിൽ നിന്നായിരിക്കണം സാധനം വരുന്നത്, റൈറ്റ് സപ്ലയർ ആയിരിക്കണം, റൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം, റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, സപ്ലൈസിന് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം, റൈറ്റ് കോൺട്രാക്റ്റ് ആയിരിക്കണം, അതായത് നമ്മൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പം അതിനകത്ത് കോൺട്രാക്റ്റ് കറക്റ്റ് ആയിരിക്കണം, റൈറ്റ് മെറ്റീരിയൽ ആയിരിക്കണം, റൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് ആയിരിക്കണം, ദ റൈറ്റ് പ്ലേസ് ഓഫ് ഡെലിവറി ആയിരിക്കണം. ദീസ് ആർ ദ 10 R's. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ദ പർച്ചേസിങ് പ്രൊസീജിയർ. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു ഇൻഡസ്ട്രിയിൽ പർച്ചേസ് ചെയ്യുമ്പം അതിനകത്ത് കുറേ സ്റ്റെപ്സിലൂടെയാണ് അത് പോകുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് നീഡ് റെക്കഗ്നീഷൻ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും നീഡ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് അന്വേഷിക്കുക, അവരുടെ നിന്ന് റിക്വസിഷൻസ് മേടിക്കുക. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് നീഡ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് വരുന്നത് എങ്ങോട്ടാണ്? സെലക്ഷൻ ഓഫ് സപ്ലയർ. നമ്മൾ കറക്റ്റ് സപ്ലയറിനെ സെലക്ട് ചെയ്യണം. നമ്മുടെ കുറേ സപ്ലയേഴ്സ് കാണും. ഇനി നമുക്ക് എവിടെ നിന്നാണ് ഈ സപ്ലയേഴ്സ് ആരൊക്കെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ട്രേഡ് ജേർണൽസ് കാണും. നമ്മൾ പണ്ട് ഡയറക്ടറീസ് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പണ്ട് കാലത്ത് നിങ്ങളുടെ ഡയറക്ടറീസ് അവൈലബിൾ ആണ്. നമ്മളിപ്പോഴാണെങ്കിൽ നമ്മൾ നെറ്റിലെടുത്ത് നോക്കും. അതിന് പകരം പണ്ട് ഡയറക്ടറീസ് അവൈലബിൾ ആയിരുന്നു. നമുക്ക് യെല്ലോ പേജസ് ബുക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ബിസിനസ് ഡയറക്ടറി എന്നാണ് നമ്മൾ അതിനെ പറയാം. സോ ഡയറക്ടറീസ് ഉണ്ടായിരുന്നു. പിന്നെ ട്രേഡ് ജേർണൽസ്, അതായത് ഈ ഇൻഡസ്ട്രീസിനെ ബേസ് ചെയ്ത് ട്രേഡ് ജേർണൽസ് പബ്ലിഷ് ചെയ്യാറുണ്ട്. സോ അതിൽ നിന്ന് ട്രേഡ് ഡയറക്ടറീസ്, ട്രേഡ് ജേർണൽസ് ഉണ്ട്. നമുക്ക് നെറ്റിൽ നിന്ന് എടുത്ത് അവർക്ക് ഡയറക്റ്റ്ലി മെയിൽ ചെയ്യാം. പിന്നെ ട്രേഡ് ഫെയർസ് ഉണ്ട്. ഓക്കെ, അതായത് എക്സിബിഷൻസ്. ഇപ്പം വനിതയുടെയൊക്കെ ആണെങ്കിൽ വനിതാ വീടെന്നൊക്കെ പറഞ്ഞ എക്സിബിഷൻസ് കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള വനിതാ വീടെന്നൊക്കെ പറഞ്ഞ എക്സിബിഷൻസ് കോട്ടയത്ത് വരാറുണ്ട്. സോ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ പല പല കമ്പനീസിൻ്റെ ആൾക്കാർ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സോ ദാറ്റ്സ് എ സോഴ്സ് ഓഫ് ഐഡൻറ്റിഫൈങ് അവർ സപ്ലയർ. ഓക്കെ, സോ വൺസ് സപ്ലയർ ഈസ് പ്രോപ്പർലി ഐഡൻറ്റിഫൈഡ്, അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് എന്താ? പ്ലേസിങ് ദ ഓർഡർ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്ലേസിങ് ദ ഓർഡർ. നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമുക്ക് കറക്റ്റ് സ്പെസിഫിക്കേഷൻ ആയിരിക്കണം, നമുക്ക് അതിൻ്റെ പർച്ചേസ് ഓർഡർ കറക്റ്റായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ പർച്ചേസ് പ്രൊസീജിയർ നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ദ ഫോളോ അപ്പ് സ്റ്റേജ്. ഇവിടുന്ന് വരുന്നത് ഫോളോ അപ്പ് സ്റ്റേജിലേക്കാണ് വരുന്നത്. സോ നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഇനിയും അടുത്തത് കറക്റ്റ് സമയത്ത് സാധനം നമ്മൾ അവിടെ എത്തിക്കണം. അത് കാരണം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. നമുക്ക് ഡിലേ ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യണം. കറക്റ്റായിട്ട് അവരവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഈ ട്രാൻസിറ്റ് നമ്മൾ കറക്റ്റാണോ. ഞാൻ അന്ന് ക്ലാസ് എടുത്തപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓർഡർ ട്രാക്ക് ചെയ്യാറുണ്ട്. സാധനം ഇവിടം വരെയായി, നമുക്ക് ഡിലേ ഉണ്ടോ, ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യും അല്ലേ. സിമിലർലി ഇൻഡസ്ട്രീസിലും ഇത് ഫോളോ അപ്പ് ചെയ്യും. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് റിസീവിങ് സ്റ്റേജ്. റിസീവിങ് സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? റിസീവിങ് സ്റ്റേജിൽ നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ സ്ഥലത്ത് എത്തി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു റിസീവിങ് സ്ലിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ബില്ല് കാണും. അത് വെച്ചിട്ട് നമ്മുടെ സ്പെക്കുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്ത കറക്റ്റ് സാധനമാണോ വന്നത്, കറക്റ്റ് ക്വാണ്ടിറ്റി ഉണ്ടോ, കറക്റ്റ് ക്വാളിറ്റി ഉണ്ടോ, ഇതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പേയ്മെൻറ്റ്. വി ഹാവ് ടു ഡു ദ പേയ്മെൻറ്റ് ടു ദ സപ്ലയേഴ്സ്. ആൻഡ് ദ സെവൻത്ത് പോയിന്റ് ഈസ് മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്. ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമ്മൾ ഇതെല്ലാത്തിനും ബിൽസ് എല്ലാം സൂക്ഷിച്ച് വെക്കണം. ഇതെല്ലാം പർച്ചേസിങ് ബുക്സിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യണം. ഇതെല്ലാം മാനുവലിയും അതുപോലെ തന്നെ സിസ്റ്റത്തിൽ നമ്മൾ ഇതെല്ലാം എൻ്റർ ചെയ്യണം. മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ്. ആൻഡ് ഫൈനലി വി ഹാവ് ടു മെയിൻറ്റെയിൻ വെൻഡർ റിലേഷൻസ്. അതായത് നമ്മുടെ സപ്ലയറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമുക്ക് പെട്ടെന്ന് ഒരു സാധനം ആവശ്യമാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തരും, അല്ലെങ്കിൽ നമുക്കൊരു ക്രെഡിറ്റ് വേണം. സോ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ക്രെഡിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ ദീസ് ആർ ദ വേരിയസ് സ്റ്റെപ്സ് ഓർ പ്രൊസീജിയേഴ്സ് ഇൻ പർച്ചേസിങ്. ഫസ്റ്റ് വൺ ഈസ് നീഡ് റെക്കഗ്നീഷൻ. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നീഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അവിടുന്ന് സപ്ലയറിനെ സെലക്ട് ചെയ്യാം. ദെൻ ഓർഡർ പ്ലേസ് ചെയ്യാം. കറക്റ്റ് സമയത്ത് സാധനങ്ങൾ വരുന്നുണ്ടോ എന്ന് ഫോളോ അപ്പ് ചെയ്യാം. ദെൻ സാധനങ്ങൾ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം ചെക്ക് ചെയ്യാം. മേക്ക് ദ പേയ്മെൻറ്റ് കറക്റ്റ്ലി. ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്, കറക്റ്റായിട്ട് റെക്കോർഡ്സും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് വെൻഡർ റിലേഷൻഷിപ്പ്. സോ ദീസ് ആർ ദ ബേസിക് പർച്ചേസിങ്
procedures. Okay, next is selection of suppliers. ഇങ്ങനെയാണ് നമ്മളൊരു സപ്ലയറിനെ സെലക്ട് ചെയ്യുന്നത്. Okay, the first stage is to identify the sources of supplier. ഞാൻ നേരത്തെ പറഞ്ഞു കറക്റ്റ് സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. സപ്ലയറിൻ്റെ എവിടെ നിന്നാണ് നമുക്ക് അത് ഏതാണ് നമ്മുടെ സപ്ലയറിനെ സെലക്ട് ചെയ്യുക. ദിസ് ഇസ് നോൺ ആസ് സർവേ സ്റ്റേജ്. സോ ഇത് എവിടെ നിന്നൊക്കെ ഇടുന്നത്? വി ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഫ്രം ട്രേഡ് ഡയറക്ടറീസ്, അസിസ്റ്റൻസ് ഓഫ് പ്രൊഫഷണൽ ബോഡീസ് ഓർ കൺസൾട്ടൻസ്, ദ ബയേഴ്സ് ഗൈഡ് അല്ലെങ്കിൽ പർച്ചേസ് ഹാൻഡ് ബുക്സ് അവൈലബിൾ ആണ്, മാനുഫാക്ചറേഴ്സ് ഓർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കാറ്റലോഗ്സ് അവൈലബിൾ ആണ്, അഡ്വർടൈസ്മെൻറ്റ് ഇൻ ഡെയിലീസ് ആൻഡ് ട്രേഡ് ജേർണൽസ് അഡ്വർടൈസ്മെൻറ്റ്സ് നോക്കാം, ദെൻ ട്രേഡ് ഫെയർസ് ആൻഡ് എക്സിബിഷൻസ്. സോ ഈ ഒരു ഡിഫറെൻറ്റ് ഏരിയയിൽ നിന്ന് നമുക്ക് സർവേ നടത്തി നമുക്ക് ഏതാണ് നമ്മുടെ സപ്ലയർ എന്ന് കറക്റ്റായിട്ട് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. So at this stage, after the survey stage, you will get a list of suppliers. നമുക്ക് ഒരു 3-4 സപ്ലയറിൻ്റെ ലിസ്റ്റ് കിട്ടും. സോ ഇതിനകത്തുനിന്ന് ഡെവലപ്മെൻറ്റ് ഓഫ് അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് സപ്ലയർ, ഇതിനകത്ത് നമ്മൾ ഒരു അപ്രൂവ്ഡ് ലിസ്റ്റ്, നമ്മൾ ഒരുപാട് ലിസ്റ്റാണ്, ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ടാകും. അതിനകത്തു നിന്ന് നമ്മുടെ ബിസിനസ് പോളിസീസ്, നമ്മുടെ കണ്ടീഷൻസ്, നമ്മുടെ സ്പെസിഫിക്കേഷന്, ക്വാളിറ്റി, നമ്മുടെ പർച്ചേസിങ് മെത്തേഡ്സ് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സപ്ലയറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ദ സർവേ സ്റ്റേജ് ഹൈലൈറ്റ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ സോഴ്സ്. എ ബിസിനസ് എൻക്വയറി ഈസ് മെയ്ഡ് വിത്ത് അപ്രോപ്രിയേറ്റ് സപ്ലയർ. സോ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ബിസിനസ് എൻക്വയറി, നമ്മൾ കുറേ സപ്ലയേഴ്സ് ഉണ്ട്, അതിനകത്ത് ഒരു ബിസിനസ് എൻക്വയറി അവർക്ക് ചെയ്തു കൊടുക്കുക. ഇറ്റ്സ് നോൺ ആസ് എൻക്വയറി സ്റ്റേജ്. In this, a shortlisting is made out of the given source of suppliers in terms of production facility, capacity, financial standing, product quality, possibility of timely supply, technical competence, manufacturing efficiency, general business policies followed, standing in the industry, competitive attitude and interest in buying orders. So ഈ ഒരു ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ സപ്ലയേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എൻക്വയറി നടത്തും. 3-4 സപ്ലയേഴ്സാണ് നമ്മൾ അതിനകത്ത് എൻക്വയറി നമ്മൾ നടത്തും. നമ്മുടെ സ്പെസിഫിക്കേഷൻ അവർക്ക് കൊടുത്തിട്ട് അവരുടെ പർച്ചേസ് ഓർഡർ അല്ലെങ്കിൽ അവരുടെ കൊട്ടേഷൻ, അവർ ടെൻഡേഴ്സ് നമുക്ക് തരാൻ പറഞ്ഞ് നമ്മൾ തരും. നെക്സ്റ്റ് ഈസ് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സപ്ലയേഴ്സ്. സോ നമുക്കൊരു 3-4 സപ്ലയേഴ്സ് ഇപ്പോൾ ഉണ്ട്. ഈ ഒരു 3-4 സപ്ലയേഴ്സിനടുത്ത് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, നമുക്ക് അവരുടെ ടെൻഡർ ഓർ കൊട്ടേഷൻ നമുക്ക് കിട്ടും. നോ നെക്സ്റ്റ് ഫേസ് നമ്മൾ ചെയ്യുന്നത് ഈ ടെൻഡേഴ്സ് ഓർ കൊട്ടേഷൻ വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. സോ എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്? കോസ്റ്റ് ഫാക്ടേഴ്സ്, നമ്മൾ കൊടുത്ത സ്പെസിഫിക്കേഷൻ ക്വാണ്ടിറ്റിക്ക് എത്ര കോസ്റ്റിനാണ് അവർ നമുക്ക് തരുന്നത്. സോ കോസ്റ്റ് ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യും. ദെൻ ഡെലിവറി, നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ഒരു സാധനം ഡെലിവറി ചെയ്യും. ഓക്കെ, ദ റൂട്ടിംഗ് ആൻഡ് ഫ്രൈറ്റ് ഓൺ ബോർഡ് terms are important in determining the point at which the title of the goods passes from the vendor to the buyer and responsibility for payment of the payment charges. So നമ്മൾ എങ്ങനെ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യും, അതിൻ്റെ പർച്ചേസിങ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡ്സ് ആൻഡ് പേയ്മെൻറ്റ് ചാർജസ്, ഡെലിവറി ചാർജസ് ഒക്കെ ഇങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ നെക്സ്റ്റ് ഈസ് ഡിസൈൻ ആൻഡ് സ്പെസിഫിക്കേഷൻ ഫാക്ടർ, അതായത് നമ്മൾ കൊടുത്ത സ്പെസിഫിക്കേഷനുമായിട്ട് എത്ര കറക്റ്റായിട്ടാണ് ഇവർ നമുക്ക് കൊട്ടേഷൻ തന്നിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ വെരിഫൈ ചെയ്യും. ഓക്കെ, അതുമാത്രമല്ല ഇതിൻ്റെ ആഫ്റ്റർ സെയിൽസ് സർവീസ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. ദെൻ ലീഗൽ ഫാക്ടേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പർച്ചേസിങ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യും ഈ ഒരു സ്റ്റേജിൽ. സോ നെക്സ്റ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഐഡൻറ്റിഫൈ, നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തു? സോഴ്സ് കണ്ടുപിടിച്ചു, ലിസ്റ്റ് ചെയ്തു, പിന്നെ ഇവാലുവേഷൻ ചെയ്തു. അടുത്തത് നമുക്ക് വെൻഡർ റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ്. സപ്ലയറിനെ റേറ്റ് ചെയ്യുക, അതായത് നമുക്ക് കുറേ സപ്ലയേഴ്സ് ഉണ്ട്, നമ്മൾ ഇതിനെ വെച്ച് ജനറലി നമ്മൾ റേറ്റ് ചെയ്യാറുണ്ട്. അല്ലാതെ നമുക്കിതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഇന്ന് കാറ്റഗറിയൽ പ്ലാൻസ് ഉണ്ട്, പിന്നെ വെയ്റ്റഡ് പോയിന്റ് റേറ്റ് ഉണ്ട്, പിന്നെ ജനറൽ ക്വാളിറ്റി റേറ്റിംഗ് ഉണ്ട്. സോ എന്താ വെൻഡർ റേറ്റിംഗ്? നമ്മൾ സപ്ലയേഴ്സിനെ റേറ്റ് ചെയ്യുക. സോ ജനറലി നമ്മളിപ്പം നോക്കി 2-3 സപ്ലയേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഇവർ എങ്ങനെയാണ് ഇവരുടെ ആഫ്റ്റർ സെയിൽസ് സർവീസ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇത് നമ്മളൊരു പ്രോപ്പർ മെത്തേഡിൽ നമ്മൾ റേറ്റ് ചെയ്യണം. ഓക്കെ,
The evaluation of supplier or vendor provides valuable information which helps in improving the quality of the decision. In the vendor rating, 4 basic aspects are considered: quality, service, price and delivery. Okay, first one വരുന്ന categorical plan ആണ്. Under this method, the members of the buying staff like quality control department, manufacturing department, etc. are required to access the performance of each supplier. Rating sheets are provided with the record of the supplier, their product and the list of factors for evaluation. This is a very simple and inexpensive method. However, it is not precise. Its quality heavily depends on the experience and ability of the buyer to judge the situation. As compared to the other methods, the degree of subjective judgment is very high, as rating is based on personal judgment and the vague impressions of the buyer. Okay, ഇപ്പോൾ ഇത് കാറ്റഗറി പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നമ്മൾ ഈ ഒരു റേറ്റിംഗ് ഷീറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ അയച്ചു കൊടുക്കും. ഇപ്പം ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിൻ്റെ ഇപ്പം നിങ്ങൾക്ക് ഫീഡ്ബാക്ക്, ഓരോ സ്റ്റാഫിൻ്റെയും ഫീഡ്ബാക്ക് ഷീറ്റ് നിങ്ങൾക്ക് തരാറുണ്ട്. അവരുടെ സബ്ജക്ട് നോളജ്, അവരുടെ പങ്ക്ച്വാലിറ്റി, അവരുടെ പ്രസൻറ്റേഷൻ, ഇതങ്ങനെ ഓരോ ഫാക്ടേഴ്സ്. അപ്പം അത് വെച്ചിട്ടായിരിക്കും അവരെ റേറ്റ് ചെയ്യുന്നത്. അത് സിമിലർലി കമ്പനിയിലാണെങ്കിൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റി ഷീറ്റ് നമ്മൾ അല്ലെങ്കിൽ റേറ്റിംഗ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. സോ ഈ ഓരോ പ്രോഡക്റ്റിനെയും ഇവർ റേറ്റ് ചെയ്യും. പക്ഷേ ഇതൊരു ഏറ്റവും സിമ്പിൾ ആൻഡ് ഇൻഎക്സ്പെൻസീവ് മെത്തേഡാണ്. എന്താ ഇത് അങ്ങനെ പറയാൻ കാരണം, കാര്യം നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് അത്ര സക്സസ്ഫുൾ ആവാൻ സാധ്യത കുറവ്. പക്ഷേ ഇൻഎക്സ്പെൻസീവ് മെത്തേഡാണ്. അടുത്തെന്ന് പറഞ്ഞാൽ വെയ്റ്റഡ് പോയിന്റ് മെത്തേഡാണ്. അതായത് ഓരോ ഫാക്ടേഴ്സിനും നമ്മൾ ഓരോ വെയിറ്റേജ് നമ്മൾ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ക്വാളിറ്റിക്ക് 50 പോയിന്റ്, പ്രൈസിന് 30 പോയിന്റ്, ടൈംലി ഡെലിവറിക്ക് 20 പോയിന്റ്. സോ ഈ ഓരോ ഫാക്ടേഴ്സിനും നമ്മൾ സെപ്പറേറ്റ് പോയിന്റ്സ് നമ്മൾ കൊടുക്കുന്നു. ചിലപ്പോൾ ക്വാളിറ്റി, ഇപ്പം കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നു, അല്ല മേടിച്ച ആൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റി ഒരു 40% വന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് 40 points ഫോർ ദാറ്റ്. ഓക്കെ, അങ്ങനെ ഓവറോൾ റേറ്റിംഗ് എടുക്കും. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു കറക്റ്റ് വാല്യൂ നമുക്ക് അവിടെ കിട്ടും. നേരത്തെ അതിനകത്തൊരു വാല്യൂ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു 2-3 സപ്ലൈസിനെ നമുക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെയ്റ്റഡ് പോയിന്റ് മെത്തേഡ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എഫിഷ്യൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. The weighted point method provides the quantitative data for each factor of evaluation. The weights are assigned to each factor of evaluation according to the need of the organization. So, quality 50, price 30, timely delivery 20, അങ്ങനെ എല്ലാ കമ്പനീസും സെയിം മെത്തേഡ് ഒന്നും ആയിരിക്കത്തില്ല ഫോളോ ചെയ്യുന്നത്. കമ്പനിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവർ അതിനെ വെയിറ്റേജ് കൊടുക്കും. ഓക്കെ, so next is quality rating. The quality of the material is judged on the basis of degrees of acceptance and rejections. നമ്മൾ ഓർഡർ ചെയ്ത് വന്ന സാധനത്തിന് എത്രണ്ണം അക്സെപ്റ്റ് ചെയ്ത് എത്രണ്ണം റിജക്റ്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ജനറൽ ക്വാളിറ്റി റേറ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. For the purpose of comparison, the percentage degree of acceptance will be calculated in relation to the total lots of item received. The price rating is done on the basis of net price charged by the supplier. Okay, timely delivery rating will be done comparing with the average delivery schedule of the supplier. So അത് മറ്റേ 2 റേറ്റിംഗ് ആണ്, പ്രൈസ് റേറ്റിംഗും ഡെലിവറി റേറ്റിംഗ് എന്ന് പറഞ്ഞ 2 റേറ്റിംഗ്. സോ ഇത് ജസ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. So next we have buying techniques or purchasing methods. ഏതൊക്കെ മെത്തേഡ്സിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം? ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് വൺ ഈസ് മാർക്കറ്റ് പർച്ചേസിങ്. When the purchases are made in accordance with the condition of the market to take advantage of price fluctuation rather than to meet immediate needs or for a specified future period, this method is known as market purchasing. അതായത് നമ്മുടെ ഇമ്മീഡിയറ്റ് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പർച്ചേസിങ്. ഓക്കെ, ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ എന്താ പറയുന്നത്, ഇപ്പം വീട്ടിൽ അരി തീർന്നു പോയി, അല്ലെ അരി തീരാറായി, നമ്മൾ ഉടനെ പോയി അടുത്ത കടയിൽ പോയി അരി മേടിക്കുന്നു. നമുക്ക് ഇപ്പോഴത്തെ നീഡ് സാറ്റിസ്ഫൈ 5 കിലോ അരി മേടിക്കുന്നു. അപ്പോൾ ഒരു 2 or 3 വീക്സിനേക്കുള്ള അരി മാത്രം നമ്മൾ മേടിക്കുക. ഇത് ഇമ്മീഡിയറ്റ് നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക. സിമിലർലി കമ്പനിയിലാണെങ്കിലും റോ മെറ്റീരിയൽ തീർന്നു പോയി, അല്ലെങ്കിൽ 2-3 എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ടൂൾസ് ഡാമേജ് ആയി. അപ്പോൾ ഇപ്പം ഒരു 1-2 വീക്സ് വേണ്ടിയുള്ള പർച്ചേസിങ് മാത്രം നടക്കുന്നു. സോ അതിനെയാണ് നമ്മൾ മാർക്കറ്റ് പർച്ചേസിങ് എന്ന്
പറയുന്നത്. ഇറ്റ്സ് ഇമ്മീഡിയറ്റ് പർച്ചേസിങ് ബേസ്ഡ് ഓൺ നമ്മുടെ കറണ്ട് നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള പർച്ചേസിങ് ആണ് മാർക്കറ്റ് പർച്ചേസിങ്. നെക്സ്റ്റ് വരുന്നതാണ് കോൺട്രാക്ട് പർച്ചേസിങ്. എന്താ കോൺട്രാക്ട് പർച്ചേസിങ്? അതായത് ഒരു ഫിക്സഡ് സപ്ലയർ കാണും. ഈ ഒരു ഫിക്സഡ് സപ്ലയറിനെ വെച്ചിട്ട് ഈ ഒരു ഫിക്സഡ് സപ്ലയറിൻ്റെ അടുത്തു നിന്ന് തന്നെ റെഗുലറായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, ഒരു കോൺട്രാക്റ്റ് കൊടുത്തേക്കുക. പ്രധാനമായിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡ്സിലൊക്കെ നമ്മൾ ഈ ഒരു പറയുന്ന കോൺട്രാക്ട് പർച്ചേസിങ്, അതായത് മണലെടുക്കുക അല്ലെങ്കിൽ കട്ടയെടുക്കുക, ഇതൊക്കെ ഒരു സിമിലർ അല്ലെങ്കിൽ സെയിം കോൺട്രാക്ടർ അടുത്തു നിന്നായിരിക്കും മിക്കവാറും ആൾക്കാർ സ്ഥിരമായിട്ട് എടുക്കുന്നത്. സിമിലർ ഇൻഡസ്ട്രീസിലും ഇതുപോലെ റെഗുലർ സപ്ലൈസ് കാണും, സെയിം പ്രോഡക്റ്റിന് റെഗുലർ സപ്ലൈസ് കാണും. So that is contract purchasing. The required stocks of goods are purchased under contract for a fairly long period with fixed supplies. The buyer can get continuous supply of goods at fixed price. So ചെറിയ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുമ്പോൾ പോലും നമുക്ക് ലോങ് ടേം പർച്ചേസിങ് ആയതുകൊണ്ട് ഇവർ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് തരും. This requires minimum record keeping and store keeping, and limited capital will be locked up at a time. So under contract purchasing, the buyer cannot get benefits of favorable changes in prices. When prices are falling, he cannot get cheaper price under this method. അതായത് ലോങ്ങർ റണ്ണിലേക്ക് വരുമ്പം നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ടിലായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ അതിലും ലോവർ പ്രൈസിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ടിൽ നമുക്ക് സാധനം കിട്ടണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, പക്ഷേ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച എമൗണ്ടിൽ തന്നെ നമ്മൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന എമൗണ്ടിൽ തന്നെ നമുക്ക് സാധനം ലഭ്യമാവും. ഓക്കെ, and the next method is forward purchasing. Forward purchasing എന്ന് പറഞ്ഞാൽ ബൈയിങ് ഇൻ അഡ്വാൻസ്. ഫോർവേഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ഇൻ അഡ്വാൻസ്. നമുക്കൊരു സാധനം തീരുന്നതിന് മുമ്പ് തന്നെ നേരത്തെ മേടിച്ച് വെക്കുക. അതാണ് ഫോർവേഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ. പർച്ചേസ് ഇൻ അഡ്വാൻസ് ഫോർ എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ പീരിയഡ്, particularly when an organized physical as well as future market for commodities. അടുത്ത് വരുന്നത് ഗ്രൂപ്പ് പർച്ചേസിംഗ് ആണ്. അതായത് 2-3 സ്റ്റോഴ്സ് അല്ലെങ്കിൽ കടകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ചേർന്നൊരു പർച്ചേസിങ് നടത്തുക. കാര്യം അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് റേറ്റ് ഒത്തിരി കുറയും. കാരണം ബൾക്ക് പർച്ചേസിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ഗ്രാനൈറ്റും മാർബിൾസും ഒക്കെ എടുക്കുന്നത്, കൺസ്ട്രക്ഷൻ ഫീൽഡിലെ കേസാണ് ഞാൻ പറയുന്നത്. അവർ ഇപ്പോൾ നമ്മൾ ഒരു ബാംഗ്ലൂരൊക്കെ പോയിട്ട് സാധനം എടുക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് മാത്രം ടൈൽസ് അല്ലെങ്കിൽ മാർബിൾ എടുക്കണമെന്ന് നമ്മളിവിടെ ഒരു ലോക്കൽ സ്റ്റോറിൽ പോയി പർച്ചേസ് ചെയ്യും അല്ലേ. അതിന് വേറെ നമ്മുടെ അടുത്തൊരു 3-4 കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് പ്ലാൻ ചെയ്യാം, നമുക്ക് ബാംഗ്ലൂർ പോയി സാധനം എടുക്കാം. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര റേറ്റ് വ്യത്യാസമുണ്ട് അല്ലേ. സോ നമുക്കിപ്പോൾ ഒരാൾക്ക് തന്നെ പോയി അവിടെ പോയി പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാവലിംഗ് കോസ്റ്റ് എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിട്ടും ഫീസിബിൾ അല്ല. സോ നമുക്ക് ഒരു ഗ്രൂപ്പ് പർച്ചേസിംഗ് ആണെങ്കിൽ, നമുക്ക് കുറേ ആൾക്കാർക്ക് വേണ്ടി ഒന്നിച്ച് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ബൾക്ക് പർച്ചേസിങ്ങിൻ്റെ ലാഭവും കിട്ടും. ഈ പറയുന്ന ട്രാവലിംഗ് കോസ്റ്റൊക്കെ നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്ത് പോകുന്ന കാരണം. സോ ദാറ്റ് വിൽ ബി എ ബെറ്റർ വേ ഓഫ് പർച്ചേസിങ്. ദാറ്റ്സ് എ ഗ്രൂപ്പ് പർച്ചേസിങ്. അടുത്ത് വരുന്നത് പർച്ചേസിങ് ത്രൂ കമ്മീഷൻ ഏജൻറ്റ്സ്, ഇടനിലക്കാരെയാണ് അല്ലേ. അത് ഇപ്പം ഒത്തിരി ദൂരെയുള്ള ഓർഡേഴ്സ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ജനറലി ഗോ ഫോർ കമ്മീഷൻ ഏജൻറ്റ്സ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാരുടെ അടുത്ത്, നമ്മൾ മിഡിൽ മാൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അവരെ കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യിക്കും. നെക്സ്റ്റ് ഈസ് സ്പെക്കുലേറ്റീവ് പർച്ചേസിങ്. സ്പെക്കുലേറ്റീവ് പർച്ചേസിങ് എന്നാൽ ബൈയിങ് ഇൻ എക്സസ് ഓഫ് നീഡ്സ് അല്ലേ. അതായത് നമുക്ക് അതായത് കൂടുതൽ സാധനം മേടിച്ച് വെക്കുക. എന്തുകൊണ്ടാണ്? നമുക്ക് ഇപ്പോൾ പെട്രോളിൻ്റെ കാര്യം എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇപ്പോൾ പെട്രോൾ പ്രൈസ് ഉടനെ ഒരു ഹൈക്ക് ഉണ്ടാകാൻ പോവുകയാണെന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അങ്ങനെ തോന്നുന്നതിന് നേരത്തെ തന്നെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ പോയി പെട്രോൾ അടിച്ചിടും അല്ലേ, നമുക്ക് ആ ഒരു ലാഭം കിട്ടാൻ വേണ്ടി. സിമിലർലി ഇൻഡസ്ട്രീസ് നമുക്കറിയാം, ചില മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് നോർമലി പ്രൈസ് ഹൈക്ക്, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ അടുത്ത ഇയറിലേക്ക് കയറുമ്പോൾ നോർമലി ഒരു പ്രൈസ് ഹൈക്ക് എല്ലാ പ്രോഡക്ട്സിനും ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെ നമ്മൾ നോക്കി കണ്ടിട്ട് ഇപ്പോൾ പത്രത്തിലൊക്കെ പരസ്യം വരും, വണ്ടികളിലൊക്കെ മാരുതിയുടെ വണ്ടികളുടെ വില 2000 മുതൽ 5000 രൂപ വരെ കൂടാൻ പോകുന്നു. സോ ഇഫ് യു വാണ്ട് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ് യു ക്യാൻ ബൈ ഇൻ ദാറ്റ് പീരിയഡ്. സോ ദാറ്റ് ഈസ് സ്പെക്കുലേറ്റീവ് പർച്ചേസിങ്. അത് വില കൂടുന്നതിന് മുമ്പേ സാധനങ്ങൾ മേടിച്ച് വെക്കുക. That is speculative purchasing. Speculative purchasing is buying excess of needs. It's done purely from the point of view of taking advantage of rising price of the commodity. Okay.